നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് നൽകിയിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് ഇപ്പോൾ 2 മാസമായിട്ട് നമുക്കിതുവരെ ലഭിച്ചിരുന്നില്ല. പെൻഷൻ പദ്ധതി നിർത്തലാക്കിയെന്നും ഇനി ലഭിക്കില്ലെന്നുള്ള പല രൂപത്തിലുള്ള ന്യൂസുകളും വരുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള സന്തോഷ വാർത്തയുമായിട്ട് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. വാർത്തകൾ നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ ഒരു പെൻഷൻ പദ്ധതിയായിരുന്നു ഇത്. ഈ ഒരു പദ്ധതിയിൽ 1000 രൂപയായിരുന്നു പെൻഷൻ ലഭിച്ചിരുന്നത്. 2 മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങിയപ്പോൾ തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും പിന്നീട് ഇതുവരെ പെൻഷൻ ലഭിക്കുകയും ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു പെൻഷൻ പദ്ധതി പൂർണ്ണമായും സർക്കാർ നിർത്തലാക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. ഒരു സർക്കാരിൻ്റെ അവസാന കാലത്ത് തുടങ്ങിയ പരിപാടി എന്ന നിലയിൽ ഇതിൽ ഒരുപാട് ആളുകൾ അനർഹമായിട്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ആളുകളെല്ലാം കണ്ടെത്തിയ ശേഷം അർഹമായ എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ പദ്ധതി തുടരുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു പദ്ധതിയിൽ സർക്കാർ പറയുന്ന ഒരു മാനദണ്ഡം മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ കൈവശമുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു പദ്ധതി എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ ആ സമയങ്ങളിൽ ചുവപ്പ് റേഷൻ കാർഡിലേക്കും മഞ്ഞ റേഷൻ കാർഡിലേക്കും അപേക്ഷിക്കുകയും അനർഹമായിട്ട് ഒരുപാട് ആളുകൾക്ക് ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡിലുള്ള സ്വന്തം പേര് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് പേര് വെട്ടിമാറ്റി അതല്ലെങ്കിൽ വെറ്റു രൂപത്തിലെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വാടക താമസിക്കാത്ത ആളുകൾ വാടക അഗ്രിമെൻ്റ് ഉണ്ടാക്കി താമസിക്കുന്ന രേഖയുണ്ടാക്കി ഇങ്ങനെ പല രൂപത്തിലും ചുവപ്പ് റേഷൻ കാർഡ് കൈവശം വെച്ചതിന് ശേഷം അപേക്ഷ ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ഈ ആളുകൾക്കെല്ലാം കുറിച്ച് അന്വേഷണം നടത്തിയതിനു ശേഷം അവരെല്ലാം മാക്സിമം ഒഴിവാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് വരിക. നമുക്കറിയാം, ഒരു മാസം 1000 രൂപയാണെങ്കിലും പാവപ്പെട്ട സ്ത്രീകൾക്ക് അത് ഒരുപാട് ഉപകാരമുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ KSRTCയിൽ സൗജന്യ യാത്ര ഒരുപാട് ആളുകൾക്ക് അത് വലിയ ഉപകാരമാകുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച ഇൻഷുറൻസ് ഉണ്ട്, 25,000 രൂപയുടെ ഇൻഷുറൻസ്. അങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടി സർക്കാർ ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകളും മറ്റും ഉണ്ടായിരിക്കും. ഒരുപാട് ആളുകളെ കുറിച്ച് ഇങ്ങനെ അന്വേഷണം നടത്തിയതിനു ശേഷം അവരെല്ലാം വെള്ള റേഷൻ കാർഡിലേക്കോ അതല്ലെങ്കിൽ ഒഴിവാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഈ പെൻഷൻ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് വരിക. അതുപോലെ തന്നെ ഇന്നലെ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്ത ഞാനൊന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക്